തെരഞ്ഞെടുപ്പ് സഖ്യം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നും കേരളത്തിൽ ഈ ആലപ്പുഴ ജില്ലയിലടക്കം എത്രയോ വർഗീയവാദികളുമായിട്ട് നിങ്ങൾ കൂട്ടുചേർന്നു. പോപ്പുലർ ഫ്രണ്ടുമായിട്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വർഗീയതയാണ് നിങ്ങളുടെ അവസാനത്തെ ആയുധം. മാറി മാറി ഓരോ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ വർഗീയത ഉപയോഗിക്കുകയാണ്. ചരിത്രത്തെ നിങ്ങൾ വളച്ചൊടിക്കുകയാണ്. ശിവഗിരി സമ്മേളനത്തിൽ ചെന്ന് പിണറായി വിജയൻ പറയുകയാണ്, ശ്രീനാരായണ ഗുരു ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് മാത്രമാണ്. ശ്രീനാരായണ ഗുരുദേവൻ കേവലമായ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് മാത്രമാണോ? അല്ല. കേരളത്തിലെ, ഭാരതത്തിലെ കോടാനുകോടി ജനങ്ങൾ ശ്രീനാരായണ ഗുരുദേവനെ ഒരു ദൈവമായിട്ടാണ് കണക്കാക്കുന്നത്, ഒരു സന്യാസിയായിട്ടാണ് കണക്കാക്കുന്നത്, സനാതന ധർമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രചാരകനായിട്ടാണ് കണക്കാക്കുന്നത്. ലോകം മുഴുവൻ സനാതന ധർമ്മത്തിന്റെ സന്ദേശം എത്തിച്ച ആളാണ് ഗുരുദേവൻ. EMS നാരായണൻ എന്ന് മാത്രമേ ഗുരുദേവനെ വിളിച്ചിട്ടുള്ളൂ. ശ്രീനാരായണൻ എന്ന് പോലും വിളിച്ചിട്ടില്ല. നാരായണൻ നവോത്ഥാനത്തിന്റെ വക്താവല്ല. നാരായണൻ കേരളത്തെ നൂറ്റാണ്ടുകൾ പുറകോട്ട് നയിച്ച ആളാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുള്ള ആളാണ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. പിണറായി വിജയനും അത് തന്നെയാണ് ചെയ്യുന്നത്. ഗുരുദേവൻ നടത്തിയ പരിശ്രമങ്ങളെ അവമതിക്കുന്ന പാർട്ടിയാണ് CPM. എന്നാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മുമ്പിൽ പോയി അല്ലെങ്കിൽ കുമ്പിടാൻ അദ്ദേഹത്തിന് മടിയില്ല. കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതിയുമായി സഖ്യം ചെയ്യാൻ അവർക്ക് മടിയില്ല. നിരോധിത ഭീകരവാദ സംഘടനയുമായി തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ട്. PFIയുമായിട്ട് സഖ്യമുണ്ടാക്കാൻ അവർക്ക് മടിയില്ല. പച്ചയായ വർഗീയത ഓരോ തെരഞ്ഞെടുപ്പിലും കാണിക്കുന്ന ഒരു പാർട്ടിയാണ് CPIM. ഇത് കേരളത്തിലെ ഓരോ പ്രദേശത്തും അവർ നടത്തുന്നതിന്റെ ഫലമായിട്ടാണ് ആ പാർട്ടിക്കെതിരായി സ്വന്തം പാർട്ടിയിൽ നിന്ന് ആളുകൾ ശബ്ദമുയർത്തുന്നത്. എന്തുകൊണ്ടാണ് അവർ കോൺഗ്രസിനെ ആശ്രയിക്കാത്തത്? കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഒരു കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമില്ല. IND മുന്നണിയാണ് ഇവിടെ. ഇന്ത്യ സഖ്യമാണ് കേരളത്തിൽ. ഈ ആലപ്പുഴ ജില്ലയിൽ മാത്രം BJP അധികാരത്തിലുണ്ടായിരുന്ന മിക്കവാറും പഞ്ചായത്തുകളെല്ലാം ഇന്ത്യ സഖ്യം പരസ്പരം യോജിച്ച് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് പരാജയപ്പെടുത്തി. കോൺഗ്രസും CPM തമ്മിൽ ഒന്നിച്ചാണ് ഭരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെ മാറ്റി മുഖ്യമന്ത്രി കസേര കുപ്പായമിട്ട് ഞാനാണ് യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ് നടക്കുന്ന രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിൽ, ഹരിപ്പാട് മണ്ഡലത്തിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ ആരും തന്നെ അത് വലിയ ചർച്ചയാക്കുന്നില്ല. അടക്കം ഹരിപ്പാട് മണ്ഡലത്തിൽ ഇന്ത്യ സഖ്യമാണ്. മറ്റേ BD ആളുണ്ടല്ലോ, എന്താണ് പേര്, സാംസ്കാരിക മന്ത്രി സജീഷ് ചെറിയാൻ. BD കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. BD ആളുടെ മണ്ഡലത്തിൽ എന്താ സ്ഥിതി? BD ആളുടെ മണ്ഡലത്തിൽ കോൺഗ്രസും CPMഉം ഒരുമിച്ചാണ് ഭരിക്കുന്നത്. കേരളത്തിലുടനീളം ഇന്ത്യ സഖ്യം യാഥാർത്ഥ്യമായിരിക്കുന്നു. കാരണം എല്ലായിടത്തും BJP അതിശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസിൽ ഇപ്പോ 6 മുഖ്യമന്ത്രിമാർ. സ്വയം പ്രഖ്യാപിത മുഖ്യമന്ത്രി VD സതീശൻ, സതീശനെ മറികടന്ന് മുഖ്യമന്ത്രിയാവാൻ ശ്രമിക്കുന്ന ചെന്നിത്തല, എന്റെ കൂടെയും ആളുണ്ട് എന്ന് പറയുന്ന മുരളീധരൻ, ഞാൻ ഒട്ടും മോശമല്ല എന്ന് പറഞ്ഞ് നേരത്തെ ഇറങ്ങിയ തിരുവനന്തപുരം MP ശശി തരൂർ, അവസാനം ഇറങ്ങാൻ തയ്യാറായി യഥാർത്ഥ ആള് കനകോലുവിന്റെ ആള് വരാനിരിക്കുകയാണ്. ഞാൻ ആലപ്പുഴയിൽ ജയിച്ച ഇന്നിപ്പോ പത്രത്തിലെല്ലാം വന്നിരിക്കുന്നു, കനകോലുവിനെ ഇറക്കുന്നു.
കനകോലൂല് ഇറക്കിയിട്ട് കാര്യമുണ്ടോ? 6 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ വെച്ച് നിങ്ങൾ മത്സരിക്കാൻ പോയാൽ കനകോലുവല്ല ആര് വന്നാലും കേരളത്തിൽ നിങ്ങൾ പച്ച തൊടാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. സുധാകരൻ മുഖ്യമന്ത്രി, തരൂർ മുഖ്യമന്ത്രി, കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി, കനകോലുവിന്റെ മുഖ്യമന്ത്രി, ചെന്നിത്തല മുഖ്യമന്ത്രി, വി.ഡി. സതീശൻ മുഖ്യമന്ത്രി, ശശി തരൂർ മുഖ്യമന്ത്രി, എത്രയെത്ര മുഖ്യമന്ത്രിമാർ. കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും മുഖ്യമന്ത്രിയാവാൻ വേണ്ടി മത്സരിച്ചപ്പോ കിട്ടിയ സീറ്റ് 40 അല്ലേ? ആ 40-ൽ പെടുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ഏത്? നമ്മുടെ അരിപ്പാട്. എത്രയാ വ്യത്യാസം? ശോഭാ സുരേന്ദ്രനും ചെന്നിത്തലയും. കനകോലൊക്കെ അവിടെ ഇരിക്കട്ടെ. കേരളത്തിലെ ജനങ്ങൾ ഈ 2 മുന്നണികളെയും പാഠം പഠിപ്പിക്കാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഭാരതകേസരി മന്നത്ത് ആചാര്യന്റെ ജയന്തിയോടനുബന്ധിച്ച് ചെന്നിത്തലയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. നമ്മൾ കേട്ടതാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ആ പാർട്ടിയെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തിരിച്ചറിഞ്ഞ മഹാമനുഷ്യായിരുന്നു മന്നത്ത് ആചാര്യൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സർക്കാരിനെതിരായി വിമോചന സമരം നയിച്ചു മന്നത്ത് ആചാര്യൻ. വിദ്യാഭ്യാസ മേഖലയിലും മറ്റെല്ലാ മേഖലകളിലും നടക്കുന്ന അനീതിക്കെതിരായി, EMS സർക്കാരിന്റെ അനീതിക്കെതിരായി മന്നത്ത് ആചാര്യന്റെ അനുഗ്രഹാശിസുകളോടുകൂടിയാണ് വിമോചന സമരം നടന്നത്. ആ മന്നത്ത് ആചാര്യൻ 1965 ആവുമ്പോഴേക്കും തിരിച്ചറിഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പകരം കോൺഗ്രസ് അല്ല വേണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഇല്ലാത്ത ഒരു മുന്നണിയാണ് കേരളത്തിൽ വേണ്ടത് എന്ന് ആദ്യം തിരിച്ചറിഞ്ഞ കേരളത്തിന്റെ ചരിത്ര പുരുഷനാണ് മന്നത്ത് ആചാര്യൻ. പട്ടംതാണി പിള്ളയുടെ സർക്കാരിനെതിരായി PSP കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിൽ PT ചാക്കോയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിലെ 15 MLA വോട്ട് ചെയ്തപ്പോൾ ആ സർക്കാർ താഴെ വീണു. KM ജോർജിന്റെ നേതൃത്വത്തിൽ അന്ന് ആദ്യമായിട്ടാണ് ഒരു പുതിയ ബദൽ കേരളത്തിൽ ഉയർന്നു വന്നത്. അതാണ് കേരള കോൺഗ്രസ്. എങ്ങനെ ജയിച്ചത്? മന്നത്ത് ആചാര്യന്റെ ശക്തമായ നേതൃത്വം കേരള കോൺഗ്രസിന് തിരുവിതാംകൂറിലും മധ്യ തിരുവിതാംകൂറിലും നൽകിയ അകമഴിഞ്ഞ പിന്തുണയാണ് അന്ന് 3ാം ബദൽ എന്ന് പറയുന്ന ഒരു തേർഡ് ഓൾട്ടർനേറ്റീവ് കേരളത്തിൽ ശക്തമായിട്ട് വന്നത്. ആദ്യമായിട്ട് കേരളത്തിൽ ഒരു കോൺഗ്രസും അല്ല കമ്മ്യൂണിസ്റ്റും അല്ല 24 പേര് ജയിച്ചു. അതിന് നേതൃത്വം നൽകിയത് മന്നത്ത് ആചാര്യനാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ഇതിനെപ്പറ്റി വല്ല അറിവുണ്ടോ? ചെന്നിത്തലയ്ക്ക് ഇതിനെപ്പറ്റി വല്ല അറിവുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പകരം കോൺഗ്രസ് അല്ല. അഴിമതിയും വർഗീയതയും സ്വജനപക്ഷപാതവും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒരുപോലെയാണ് ചെയ്യുന്നത്. മന്നത്ത് ആചാര്യൻ അന്ന് സ്വപ്നം കണ്ട 3ാം ബദൽ കേരള കോൺഗ്രസുകളുടെ തമ്മിലടി കാരണം തകർന്നില്ലാതായി. വളരുമ്പോഴും പിളരുകയും പിളരുമ്പോഴും വളരുകയും ചെയ്യുന്ന പാർട്ടിയായിട്ട് കേരള കോൺഗ്രസ് മാറി. ആ 3ാം ബദൽ അന്ന് അസ്തമിച്ചു പോയി. ഇന്നിപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മന്നം കണ്ട സ്വപ്നം ശരിയായ 3ാം ബദൽ കേരളത്തിൽ ഉയർന്നു വരികയായി. കോൺഗ്രസുമല്ല കമ്മ്യൂണിസ്റ്റുമല്ല കേരളത്തിന് വേണ്ടത്, ജനങ്ങളുടെ 3ാം ബദലാണെന്നുള്ള മന്നത്താചാര്യന്റെ സ്വപ്നം അത് പൂവണിയാൻ പോവുകയാണ് കേരളത്തിൽ. പ്രിയപ്പെട്ടവർ, അതാണ് നടക്കുന്നത് കേരളത്തിൽ. 20% ജനങ്ങളുടെ പിന്തുണ, നവോത്ഥാന നായകന്മാർ സ്വപ്നം കണ്ട കേരളത്തെ വീണ്ടെടുക്കാൻ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും മന്നത്താചാര്യനും പണ്ഡിറ്റ് കറുപ്പനും അയ്യ വൈകുണ്ഠസ്വാമികളും അടക്കം എത്രയോ നവോത്ഥാന നായകന്മാർ സ്വപ്നം കണ്ട തനത് കേരളം വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണ് ഞങ്ങൾക്കിത്. വെറുമൊരു രാഷ്ട്രീയ മത്സരമല്ല. പട്ടിണിയിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന്
കടക്കെണിയിൽ നിന്ന്, തൊഴിലില്ലായ്മയിൽ നിന്ന്, വികസന പ്രതിസന്ധിയിൽ നിന്ന്, കാർഷിക പ്രതിസന്ധിയിൽ നിന്ന് എല്ലാം കേരളത്തെ മോചിപ്പിക്കാൻ കഴിയുന്ന ഒരു തിരിച്ചുവരവ്, കേരളത്തിനൊരു ശരിയായ തിരിച്ചുവരവാണ് NDA സ്വപ്നം കാണുന്നത്. അതിന് പറ്റിയ ഒരു കേന്ദ്ര സർക്കാർ ദില്ലിയിൽ പാർട്ടിയും ചേർന്ന് കേരളത്തെ ഒരു മരുപ്പറമ്പാക്കി മാറ്റി, മരുഭൂമിയാക്കി മാറ്റി. അതിനെ നമുക്ക് വീണ്ടെടുക്കണം. ആ വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണ് BJP നടത്തുന്നത്. നവോത്ഥാന നായകന്മാർ സ്വപ്നം കണ്ട ശരിയായ കേരളം, തനത് കേരളം, റീക്ലെയിം കേരളത്തെ വീണ്ടെടുക്കാൻ, റീക്ലെയിം കേരളം, അതിനുള്ള പോരാട്ടമാണ്. അത് പൂവണിയുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും തന്നെ സംശയമില്ല. ഒരു 2 മാസം മുമ്പ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചിരുന്നെങ്കിൽ കനകോലുവിന്റെ MP വേണുഗോപാൽ ഇന്ന് വീട്ടിലിരിക്കുമായിരുന്നു. ഒരു 2 മാസം മുമ്പ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിച്ചിരുന്നെങ്കിൽ മുഖ്യമന്ത്രി കുപ്പായം വിട്ട തരൂർ ഇന്ന് വീട്ടിലിരിക്കുമായിരുന്നു. ഒരു 2 മാസം കൂടി V മുരളീധരൻ ആറ്റിങ്ങലിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിൽ നമ്മുടെ അടൂർ പ്രകാശ് കോന്നിയിൽ തന്നെ വീട്ടിലിരിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, കേരളം BJPക്ക് പാകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ശരിയായ രാഷ്ട്രീയ പരിവർത്തനത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പുതിയ പുതിയ ആളുകൾ BJPയിലേക്ക് വരുമ്പോൾ വർദ്ധിച്ച വീര്യത്തോടു കൂടിയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. ചില ആളുകൾക്ക് അതങ്ങോട്ട് സഹിക്കുന്നേയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാറ്റി BJP വരാതെ കോൺഗ്രസ് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ കൊടയുമായിട്ട് ഇവിടെ നിൽക്കുന്ന ആൾക്കാർ. നമ്മുടെ സുഹൃത്തുക്കളാണെന്ന് വിചാരിക്കണ്ട. ഇവരെല്ലാവരും നമ്മളോട് ചിരിക്കും, സ്നേഹം കാണിക്കും, നമ്മുടെ വാർത്ത കൊടുക്കും. ഇവരുള്ളിന്റെ ഉള്ളിൽ കോൺഗ്രസ് ആണ്. ഇവർക്ക് കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരാനുള്ള നീക്കമാണ്. അതിന് തടസ്സം BJPയുടെ വളർച്ചയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി ആശയപരമായ പോരാട്ടം നടത്തി എത്രയോ പേർക്ക് ജീവൻ നഷ്ടപ്പെടുത്തിയ വീരബലിദാനികൾ ഈ മണ്ണിൽ, ഈ ആലപ്പുഴയുടെ മണ്ണിൽ, കണ്ണൂരിന്റെ മണ്ണിൽ, കേരളത്തിലുടനീളം എത്രയോ പേർ സ്വന്തം ജീവരക്തം കൊടുത്ത് നേടി വളർത്തിയ പാർട്ടിയാണിത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നേരിട്ട് കൊണ്ട് തന്നെയാണ് നമ്മൾ പ്രവർത്തിച്ചത്. അതിന് കോൺഗ്രസിന് ആർജവമില്ല. CBI വന്നില്ലായിരുന്നെങ്കിൽ പെരിയ ഇരട്ടക്കൊലക്കേസ് തെളിയുമായിരുന്നില്ല. CBI ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിലെ പ്രമാദമായ പല കൊലക്കേസുകളും തെളിയുമായിരുന്നില്ല. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തമ്മിൽ അന്തർധാരയാണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ പല കള്ളപ്രചരണങ്ങളും നടത്തും. എന്താ ഇപ്പോ ബൂത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നു, ഒരാഴ്ച കഴിഞ്ഞ മണ്ഡലം തെരഞ്ഞെടുപ്പ് നടക്കും, ജില്ലാ തെരഞ്ഞെടുപ്പ് നടക്കും, പാർട്ടിയിൽ സംസ്ഥാനം നടക്കും, അഖിലേന്ത്യ നടക്കും. ഓരോ ദിവസവും നിങ്ങൾ കൊടുക്കുന്ന വാർത്തകൾ ഭാരതീയ ജനതാ പാർട്ടിക്കകത്ത് അന്തഛിദ്രമുണ്ടാക്കി കോൺഗ്രസിനെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളോട് എല്ലാവരോടും വിനയത്തോടെ ഞാൻ പറയുന്നു, നിങ്ങൾ വെറുതെ മനപ്പായസമുള്ളുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി ഒറ്റക്കെട്ടായി കേരളത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ അന്ത്യം കുറിക്കാൻ, കോൺഗ്രസിനെ മാറ്റി നിർത്താൻ കഴിയുന്ന ജനകീയ ബദലായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു സ്വപ്നവും നിങ്ങൾ കാണണ്ട. വാങ്ങിയ വെള്ളം നിങ്ങൾ വാങ്ങി വെച്ചോളൂ. ബൂത്ത് തെരഞ്ഞെടുപ്പ് നടക്കും, മണ്ഡലം തെരഞ്ഞെടുപ്പ് നടക്കും, ജില്ലാ തെരഞ്ഞെടുപ്പ് നടക്കും, സംസ്ഥാനവും നടക്കും, കേന്ദ്രത്തിലും തെരഞ്ഞെടുപ്പ് നടക്കും. ഇവിടെ ഒരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടാവാൻ പോകുന്നില്ല. ഒരു പാറ പോലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ ആരാണോ BJPയെ നയിക്കുന്നത് അവരുടെ പിന്നിൽ അടിയുറച്ച് നിൽക്കുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും തന്നെ സംശയം വേണ്ട. ഒരു കുത്തിത്തിരിപ്പുകളും ഇനി ഇവിടെ വിലപ്പോവില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ്.
ബിപിൻ സി ബാബുവും കൃഷ്ണകുമാറും പറഞ്ഞതുപോലെ ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയും കേക്കുകൾ ഉണ്ടാവട്ടെ, പുതിയ പുതിയ ആളുകൾ ബിജെപിയിലേക്ക് വരട്ടെ. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും ഉറക്കം കെടുത്തുന്ന നാളുകളാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. നമുക്ക് ഒറ്റക്കെട്ടായി നരേന്ദ്രമോദിയുടെ സ്വപ്നം കേരളത്തിൽ യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കാം എന്ന് മാത്രം എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ പുതുതായി പാർട്ടിയിലേക്ക് ചേർന്ന എല്ലാവരെയും ഹൃദയംഗമമായി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം. നമ്മുടെ മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ശ്രീമതി ശോഭാ സുരേൻ സംസ്ഥാന ഉപാധ്യക്ഷ യാതൊരു ക്ഷണിച്ചുകൊള്ളും. ഭാരതീയ ജനതാ പാർട്ടിയുടെ ബഹുമാന്യനായ സംസ്ഥാന അധ്യക്ഷൻ, നമുക്കേവർക്കും പ്രിയപ്പെട്ട ശ്രീ സുരേന്ദ്രൻ, പാർട്ടിയുടെ ആലപ്പുഴ ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ ഗോപകുമാർ, ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ അരുൺ, ശ്രീ വിമൽ, ഈ നിയോജകമണ്ഡലത്തിൻ്റെ അമരക്കാരായിട്ടുള്ള ശ്രീ കൃഷ്ണകുമാർ, ശ്രീമതി മോനിഷ, പാറയിൽ രാധാകൃഷ്ണൻ അവറകൾ, ശ്രീ മടത്തിൽ ബിജു, ശ്രീകുമാർ, ബിപിൻ സി ബാബു ലാസ്റ്റാ പറയുന്നത്, ശ്രീകുമാർ, അതുപോലെ പാലമറ്റം വിജയകുമാർജി, പ്രിയപ്പെട്ട നിഷ വക്കീല്, അതുപോലെ തന്നെ പ്രസാദ്, സരസ്വതി, രമേശ് കൊച്ചുമുറി, പ്രീത, ശ്രീ സദാശിവൻ, ശ്രീമതി വിനോദിനി, വേദിയും സദസ്സിനുമുള്ള ആളുകൾക്ക് ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കൾ ഒരുപാട് ചർച്ച ചെയ്ത എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ ബിപിൻ സി ബാബു, എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള സഹോദരന്മാരെ, എല്ലാവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ 20% ഈ പാർട്ടിക്ക് വളർച്ച നേടാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഈ വരവ് നിങ്ങളുടെ മനസ്സിനകത്ത് വരണമെന്നുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. ഈ വരവ് ഒരല്പം കൂടി നേരത്തെ ആയിരുന്നുവെങ്കിൽ 1ാം സ്ഥാനത്ത് ഭാരതീയ ജനതാ പാർട്ടി കായംകുളം നിയോജക മണ്ഡലത്തിൽ എത്തുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. 15,000 വോട്ട് സംസ്ഥാന അധ്യക്ഷന്റെ കൂടി ശ്രദ്ധയിലേക്ക് പറയുകയാണ്. തിരക്കിനിടയിൽ ഒരു പക്ഷേ അദ്ദേഹം ഇത് അറിഞ്ഞിട്ടുണ്ടാകില്ല. 15,000 വോട്ട് പെട്ടിക്കകത്ത് കിടക്കുകയായിരുന്നു. 15,000 വോട്ട് എണ്ണിയിട്ടില്ല ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ. ആ 15,000 വോട്ട് എണ്ണാതെ ഇവിടത്തെ കലക്ടറോട് സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഞാൻ വിളിച്ചു ചോദിച്ച സമയത്ത് പറഞ്ഞത്, കൂടിയ ഭൂരിപക്ഷത്തിനാണല്ലോ ശ്രീമാൻ KC വേണുഗോപാൽ ജയിച്ചത്, പിന്നെ 15,000 എണ്ണിയിട്ടെന്താണ് കാര്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ മെഷീൻ കേടുവന്നു എന്നാണ് പറഞ്ഞത്. ശരി, മെഷീൻ കേടുവന്നാൽ VVPAT എണ്ണാമല്ലോ. ഞങ്ങൾക്ക് ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. നിങ്ങൾ എണ്ണിയാലും നിങ്ങൾ എണ്ണി തന്നില്ലെങ്കിലും 3 ലക്ഷത്തിന്റെ മുകളിൽ 3,04,000-ലധികം വരുന്ന വോട്ട് ഞങ്ങളുടെ പെട്ടിയിൽ ജനങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ കേരളമാകമാനം 20% വോട്ട് കിട്ടിയപ്പോ ഞങ്ങൾക്കത് 30%-ത്തിന്റെ താഴെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ താമര ചിഹ്നത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന, കോൺഗ്രസിൽ വിശ്വസിക്കുന്ന, രാഷ്ട്രീയമില്ലാതെ തന്നെ ഞങ്ങൾ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്ന് ചിന്തിക്കുന്നവർ ഉൾപ്പെടെ ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇവിടത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഉത്തമമായിട്ടുള്ള വിശ്വാസമുണ്ട്. നിങ്ങൾ ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ആളുകളും
നമ്മൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് വരാൻ പോകുന്ന നാളുകളിൽ ഒരു വലിയ മുന്നേറ്റം തന്നെയാണ് ഈ കേരളത്തിന്റെ തിലകക്കുറിയായിട്ടാണ് നമ്മുടെ ഈ നിയോജക മണ്ഡലം ഉൾപ്പെടെ മാറാൻ പോകുന്നത്. സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ കേവലം 1000 വോട്ടിന്റെ വ്യത്യാസം ആ 3 ബൂത്ത് കൂടി എണ്ണിയിരുന്നുവെങ്കിൽ ശ്രീമാൻ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലവും ഭാരതീയ ജനതാ പാർട്ടിയുടെ നമ്മുടെ താമര ചിഹ്നത്തിന്റെ പുറകിൽ പോകുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നുള്ള കാര്യം ഇവിടത്തെ ആളുകൾ വേണ്ട രീതിയിൽ അത് ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങളിവിടേക്ക് പുതിയതായിട്ട് കടന്നു വരുന്ന ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് സുഖവും സമാധാനവും അത് സമൂഹത്തിനകത്തേക്ക് സന്നിവേശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിക്കുന്നത്. നിങ്ങൾ പുതുതായി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ദീനദയാൽ ഉപാധ്യായജിയുടെ ഏകാത്മമാനവ ദർശനമാണ് ഞങ്ങളുടെ കരുത്ത് എന്ന് പറയുന്നത്. ഇവിടെ ബിപിൻ സി പറഞ്ഞു, ബാബു പറഞ്ഞു, സംസ്ഥാന പ്രസിഡന്റും ശോഭാ സുരേന്ദ്രനും ഇങ്ങനെ കായംകുളം നിയോജക മണ്ഡലത്തില് ഒരുമിച്ച് വരുന്നത് ഇപ്പോഴായിരിക്കുമോ എന്നൊരു സംശയം എന്റെ സഹോദരൻ സൂചിപ്പിക്കുകയുണ്ടായി. 1995 ഇടതുപക്ഷക്കാരനെയും വലതുപക്ഷക്കാരന്റെയും ഈ കേരള രാഷ്ട്രീയത്തിലെ നെറികേടുകൾക്കെതിരായിട്ട് തിരുവനന്തപുരത്ത് ശ്രീമാൻ സുരേന്ദ്രൻ പോലീസിന്റെ ലാത്തി ചാർജ് ഏറ്റുവാങ്ങുമ്പോ ഞാൻ തൃശ്ശൂരില് ലാത്തി ചാർജ് ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയായിരുന്നു എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക്, ജനാധിപത്യ വിശ്വാസികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ അടുത്തു നിന്നാൽ പ്രശ്നമാണ്, ഞങ്ങൾ അടുത്ത കസേരയിൽ ഇരുന്നാൽ പ്രശ്നമാണ്, ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്, ഞങ്ങളൊന്ന് ഒരുമിച്ച് മുഖത്ത് നോക്കി ചിരിച്ചാൽ പ്രശ്നമാണ്. ഇത് പ്രശ്നമാക്കുന്നതാരാണ്? ആർക്കാണ് കേരളത്തിൽ ശ്രീമാൻ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും ഒരുമിച്ച് നിന്നാൽ പ്രശ്നം? ആർക്കാണ് ശ്രീമാൻ പി കെ കൃഷ്ണദാസും എം ടി രമേശും ശോഭാ സുരേന്ദ്രനും ഒരുമിച്ച് നിന്നാൽ പ്രശ്നം? പ്രശ്നമാർക്കാണ്? ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനും പിന്നെ അവരിൽ പലരെയും സ്നേഹിക്കുന്ന വലിയ മാഫിയ രാജാക്കന്മാർക്കും പണാധിപത്യം കൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കാനും വിലയ്ക്ക് വാങ്ങാനും ശ്രമിക്കുന്നവർക്കാണ് പ്രശ്നം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഒറ്റ പോയിന്റിലാണ് നിൽക്കുന്നത്. കഠിനകണ്ഠകാകീർണമാണെങ്കിലും വെടിയുകില്ല ഈ വഴിത്താരയെ, അനുഗമിക്കില്ല മറ്റൊരു പാതയെ എന്നുള്ളതാണ്. ഈ BJPയുടെ മുന്നേറ്റത്തിന് വേണ്ടി ഈ സംഘപരിവാർ പ്രസ്ഥാനം പടുത്തുയർത്തിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള രാഷ്ട്രത്തിന്റെ ആത്മാവിനെ ചിതിയെ സംരക്ഷിച്ചുകൊണ്ടാണ് പതിറ്റാണ്ടുകളായി ഓരോ ഭാരതീയ ജനതാ പാർട്ടിയുടെയും മുൻകാല പ്രസിഡന്റുമാരും ഇപ്പോഴത്തെ പ്രസിഡന്റും വരാൻ പോകുന്ന ഭാവി തലമുറയിലെ ആളുകളും പ്രവർത്തിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രസ്ഥാനം പകർന്നു തന്നിട്ടുള്ളത് ആ ആശയമാണ്. ആ ഏകാത്മ മാനവ ദർശനത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രസ്ഥാനം പറഞ്ഞതുപോലെ ഞങ്ങൾ തൊഴിലാളി വർഗ സർവാധിപത്യ പാർട്ടിയല്ല. എന്താണ് നിങ്ങൾ ഇത്രയും കാലം ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചപ്പോ, പാർട്ടി യോഗങ്ങൾ നടത്തിയപ്പോ നിങ്ങളോട് പറഞ്ഞു തന്നത് ഇവിടെ തൊഴിലാളി ആധിപത്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നാണ് പാർട്ടി ക്ലാസുകളിലൂടെ പഠിപ്പിച്ചത്. എന്നാൽ ആരാണ് തൊഴിലാളി എന്ന് കേരളത്തിൽ ഇപ്പോൾ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ആരാണ് തൊഴിലാളി? പിണറായിലെ പാറപ്പുറത്ത് ജനിച്ച കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പടത്തലവനാണ് ഞാൻ എന്ന് പറയുന്ന സഖാവ് പിണറായി വിജയൻ തൊഴിലാളിയാണോ? ഇവിടുത്തെ ആലപ്പുഴയിലെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ചിന്തിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടി പിടിച്ച് ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ച് ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ വയലാറിന്റെ മണ്ണിൽ വിപ്ലവത്തിന്റെ ഗാഥകൾ രചിച്ച പഴയകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ മക്കളുടെ മക്കൾ അവർ ചിന്തിക്കുകയാണ്, ഇതിനു വേണ്ടിയിട്ടാണോ ഞങ്ങൾ ഈ പാർട്ടിയുടെ കൊടി പിടിച്ചത്, ഞങ്ങൾ ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചത്, ഞങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയത്? കാരണം പിണറായിലെ പാറപ്പുറത്തെ ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി തൊഴിലാളിയല്ല, ഒന്നൊന്നര ബൂർഷ്വായാണ്. ഇടയ്ക്കിടയ്ക്ക് അമേരിക്കയിൽ പോകുന്നത് ഇവിടുത്തെ ഏതെങ്കിലും കോറന്റെയും കാളിയുടെയും ഈ കേരളത്തിലെ പാവപ്പെട്ടവരെ വളർത്താൻ വേണ്ടിയിട്ടല്ല എന്നുള്ള യാഥാർത്ഥ്യം ഈ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടപ്പെടുകയാണ്. ഞങ്ങൾ തൊഴിലാളിയെ വെറുക്കുകയോ മുതലാളിയെ വെറുക്കുകയോ
ചെയ്യുന്ന പാർട്ടിയല്ല. ഞങ്ങളുടെ ഏകാത്മ മാനവ ദർശനം എന്ന് പറയുന്നത് തൊഴിലാളികളെ ഉൾക്കൊള്ളുകയും ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മുതലാളി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പോക്കറ്റിലെ പണം എടുത്തുകൊണ്ട് അഴിമതി നടത്തിക്കൊണ്ട് മുതലാളിയാകുന്ന യഥാർത്ഥ മുതലാളിത്തം. ക്യാപിറ്റലിസം എന്താണ്? അവൻ ഈ നാടിന് വേണ്ടി, വീടിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, അവനവന്റെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് മുതലാളിയായിട്ട് നിലനിൽക്കണം. അങ്ങനെ നിലനിൽക്കുന്ന എത്രയോ മുതലാളിമാർ ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു ടാറ്റ. ടാറ്റ മരണപ്പെട്ടു പോയി. ടാറ്റ പറഞ്ഞു, ഞാൻ മുതലാളിയായിട്ട് മുന്നോട്ട് പോകുന്നു, പക്ഷേ എന്റെ മുഴുവൻ സ്വത്തിന്റെയും ഒരു വിഹിതം എന്ന് പറയുന്നത് ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാനുള്ള നല്ല ടെക്നോളജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ കുട്ടികൾക്ക് ഏറ്റവും പാസ്സായി കഴിഞ്ഞാൽ ടാറ്റയുടെ ഓഫീസിൽ നിന്ന് ഒരു വിഹിതം വരും, പണം വരും. ആ പണം വാങ്ങിയെടുത്തുകൊണ്ട് ആ കുട്ടിയുടെ വിദ്യാഭ്യാസ ചിലവിന് ഉപയോഗപ്പെടുത്താം. അങ്ങനെയുള്ള മുതലാളി വർഗം എന്ന് പറയുന്ന അധ്വാനിച്ച് പണമുണ്ടാക്കി മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുത്ത് അവരെ സംരക്ഷിക്കുന്ന ആ മുതലാളി വർഗത്തെ കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്ന തൊഴിലാളി കമ്മ്യൂണിസവും സോഷ്യലിസവും മുതലാളിത്തവും ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഗാന്ധിയൻ ആശയങ്ങളെ ഉൾപ്പെടെ കോർത്തു വെച്ചുകൊണ്ടുള്ള ഒരു ദർശനമാണ് ഞങ്ങളുടെ ഏകാത്മ മാനവ ദർശനം. ആ ഏകാത്മ മാനവ ദർശനത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് ആരാധനായിട്ട് അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്തത്. അങ്ങനെ നേതൃത്വം കൊടുത്തപ്പോഴാണ് ഈ രാജ്യത്ത് പാവപ്പെട്ട കുട്ടികൾക്ക് ടെക്നോളജിയുള്ള സ്കൂളുകൾ ഉണ്ടായത്. അങ്ങനെ നേതൃത്വം കൊടുത്തപ്പോഴാണ് എല്ലാവർക്കും കുടിക്കാൻ ശുദ്ധജലം കൊടുക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ നേതൃത്വം കൊടുത്തപ്പോഴാണ് കേരളത്തിലെ നായനാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഹലോ നായനാർ, ആയിയെ ദില്ലി में बैठिए, कुछ समय बात कीजिए. വിളിച്ചു അടൽ ബിഹാരി വാജ്പേയി. നായനാർ പോയി ഇടതുഭാഗത്ത് തന്നെ കസേരയിട്ടിരുന്നു. എന്നിട്ട് ക്യാ സമാചാർ നായനാർ ചോദിച്ചപ്പോ നായനാര് കണ്ണിറുക്കി കാണിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ അടൽ ബിഹാരി വാജ്പേയി നായനാരോട് പറഞ്ഞ എന്താണെന്ന് അറിയുമോ? ഞാൻ നോർത്ത് ഇന്ത്യയുടെ തെരുവീതിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവിടെ മടിശീലയിൽ 10 നാണയത്തുട്ടില്ലാത്ത ഒരമ്മയെ കണ്ടു. കുഴിയിലാണ്ട കണ്ണുകളും വിഷം കെട്ടിയ വയറുമായി ജീവിക്കുന്ന ആ അമ്മ പറഞ്ഞു, എന്റെ വീടിനെ സംരക്ഷിക്കാൻ എനിക്ക് ആരുമില്ല മോനെ എന്ന് പറഞ്ഞ് അടൽ ബിഹാരി വാജ്പേയിയെ തൊഴുതു നമസ്കരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അമ്മയുടെ കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട് അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോ ആരാധനായിട്ട് അടൽ ബിഹാരി വാജ്പേയി തന്റെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരായിട്ടുള്ള തന്റെ സഹപ്രവർത്തകന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് സ്ത്രീകളുടെ മടിശീലയിൽ പണമുണ്ടാകണം, അതിനുവേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിക്കണം. അതാണ് സ്ത്രീ ശാക്തീകരണ പ്രക്രിയ. അങ്ങനെ ഇന്ത്യയിൽ കൊണ്ടുവന്ന പ്രക്രിയക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി മലപ്പുറത്ത് വെച്ചിട്ട പേരാണ് കുടുംബശ്രീ. ആ കുടുംബശ്രീ വിപിൻ സി ബാബു ഇപ്പൊ ബിജെപിയിൽ വന്നു. ആ കുടുംബശ്രീയെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നാണ് ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രി സ്വപ്നം കണ്ടതെങ്കിൽ ആ കുടുംബശ്രീയെ രാഷ്ട്രീയവൽക്കരിച്ചു. കുടുംബശ്രീ ADS-ഉം CDS-ഉം അത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നവർ മാത്രമായിരിക്കണമെന്ന് നിങ്ങൾ നിർബന്ധിച്ചു. ഇന്ത്യയിൽ അതിപ്രഗൽഭനായിട്ടുള്ള പ്രധാനമന്ത്രി കണ്ട സ്വപ്നം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടി, അമ്മമാർക്ക് വേണ്ടി, അവരുടെ മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള സ്വപ്നമാണെങ്കിൽ അവിടെയും നിങ്ങൾ വെള്ളം ചേർത്തു. എന്നാൽ ഇന്ത്യയുടെ പാരമ്പര്യത്തെ, ഇന്ത്യയുടെ സംസ്കാരത്തെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏകാത്മ മാനവ ദർശനത്തെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു. സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞല്ലോ, ശ്രീനാരായണ ഗുരുദേവനെ നിങ്ങൾ അപമാനിച്ചു. ശ്രീനാരായണ ഗുരുദേവനാണ് സുബ്രഹ്മണ്യാഷ്ടകം എഴുതിയത്. നിങ്ങൾ പറഞ്ഞു സോഷ്യലിസ്റ്റ് ആണ് ഗുരുദേവൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇടക്കാലത്ത് പാർട്ടി യോഗങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പഴയ കാലത്ത് അമ്പലങ്ങളെല്ലാം തച്ചു തകർത്ത് കപ്പലണമെന്ന് നിങ്ങൾ പഠിപ്പിച്ചു. എന്നാൽ ഇന്ന് ക്ഷേത്ര കമ്മിറ്റികളിൽ, അമ്പല കമ്മിറ്റികളിൽ ഞാനോ നീയോ മുന്നിലെന്ന് പറഞ്ഞുകൊണ്ട് സർവത്ര അമ്പല കമ്മിറ്റികളിലും കയറിയിരുന്നു കൊണ്ട് വിശ്വാസമില്ലാത്ത ദേവസ്വം ബോർഡ് മന്ത്രി ശബരിമലയിൽ കയറി നിന്ന് കൈകൂപ്പി അയ്യപ്പനെ തൊഴണോ, കൈ കെട്ടി നിൽക്കണോ, അങ്ങനെ കൈ ധരിക്കുകയാണ് മന്ത്രിക്ക്. കാരണം എന്താണ്? മുൻ മന്ത്രി തെറിച്ചു. രാധാകൃഷ്ണനായിരുന്നു, എന്റെ നാട്ടുകാരനാണ്, തൃശൂർ ജില്ലക്കാരനാണ്, ദേവസ്വം വകുപ്പ് മന്ത്രി, മുൻ മന്ത്രി. ഒരു കാരണവുമില്ലാതെ ഡൽഹിയിൽ ഒരു പണിയുമില്ല. നരേന്ദ്രമോദിയുടെ കൂടെ പോയിരുന്നത് അവിടെ എന്ത് ചെയ്യാനാണ്? അവിടെ ആകെ കപ്പലണ്ടി മിഠായി വാങ്ങിയിട്ട് വിരലിലെണ്ണാവുന്ന സഖാക്കൾ മാത്രം ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഈ കേരളത്തിലെ മന്ത്രിയായി വിഹരിച്ചു നടന്നിരുന്ന ഒരു മനുഷ്യനെ ആ സ്ഥാനത്ത് നിന്ന് തട്ടിത്തെറിപ്പിച്ച് അവിടെ പാർലമെന്റിലേക്ക് പറഞ്ഞയച്ചു. ഒന്നുമില്ല രാധാകൃഷ്ണൻ അവിടെ ചെയ്യാൻ. എന്നാലും എന്താ, ഞാൻ വിശ്വസിക്കുന്നത്, ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്.
ശബരിമലയിൽ അയ്യപ്പന്റെ വിഷയമുണ്ടായ സമയത്ത് അന്ന് ശബരിമലയില് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്കിടയിൽ സമരം നടത്തിക്കൊണ്ട് ശ്രീമാൻ സുരേന്ദ്രൻ ജയിലിനകത്ത് കിടന്നപ്പോ 11 ദിവസത്തിലധികം തുള്ളിവെള്ളം പോലും കുടിക്കാതെ നിരാഹാര വ്രതമനുഷ്ഠിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഞങ്ങളൊക്കെ സമരം കിടക്കുകയായിരുന്നു. അന്ന് ഞങ്ങളാണ് ഈ സനാതന ധർമ്മത്തെ നഷ്ടപ്പെടുത്താൻ, നശിപ്പിക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് ഈ വെള്ളം ഒന്നും ഞാൻ കുടിക്കില്ല എന്നാണ് രാധാകൃഷ്ണൻ പറഞ്ഞത്. ഏത് വെള്ളം? തീർത്ഥം. തീർത്ഥത്തിന്റെ അർത്ഥമറിയില്ല, സനാതനം എന്ന വാക്കിന്റെ അർത്ഥമറിയില്ല, ഷോഡശ സംസ്കാരം എന്താണെന്ന് അറിയില്ല. സർവേ വിശുഖന സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖമാപ്നുവേദെന്നുള്ള മംഗള ശ്ലോകത്തിന്റെ അർത്ഥമറിയില്ല. എന്താണ് തന്ത്രിമാരുടെ ധർമ്മം എന്നറിയില്ല, എന്താണ് ഒരു ക്ഷേത്രത്തിന്റെ പൂജാവിധി എന്നറിയില്ല. അങ്ങനെ നിങ്ങൾ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ശബരിമലയുടെ സന്നിധിയിലേക്ക് നിങ്ങൾ കുലടകളായിട്ടുള്ള സ്ത്രീകളെ നിങ്ങൾ പറഞ്ഞയച്ചപ്പോ അവിടെ പോരാട്ടം നടത്തിയ സംസ്ഥാന പ്രസിഡന്റിനെ കുറിച്ച് ഞാൻ പ്രസംഗിച്ചാൽ ഞാനും സുരേന്ദ്രനും ഒരു ഗ്രൂപ്പായി മാറുമോ എന്ന് ചോദിക്കുകയാണ് ചില പ്രത്യേക തൽപര കക്ഷികൾ. ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ കേരളത്തിൽ. ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിന്റെ പണി എന്ന് പറയുന്നത് വരാൻ പോകുന്ന നാളുകളിൽ കഴിഞ്ഞ 5 വർഷം മുമ്പ് എന്നെ സംസ്ഥാന പ്രസിഡന്റിനെ ശ്രീമാൻ കുമ്മനം രാജശേഖരനെ ഉൾപ്പെടെ 7 പേരെ 2ാം സ്ഥാനത്ത് നിർത്തി ഇവിടുത്തെ മാർക്സിസ്റ്റുകാരനും കോൺഗ്രസുകാരനും ഒരുമിച്ച് കൈകോർത്തുകൊണ്ട്, കഴിവില്ലാത്തത് കൊണ്ടല്ല കേരള നിയമസഭയ്ക്കകത്ത് ഞങ്ങൾ പോകാതിരുന്നത്. നിങ്ങൾ അവിശുദ്ധ സഖ്യമുണ്ടാക്കി. പാലക്കാട് എന്നെ തോൽപ്പിച്ചപ്പോ മഞ്ചേശ്വരത്ത് ശ്രീമാൻ സുരേന്ദ്രനെ തോൽപ്പിച്ചു, കുമ്മനം രാജശേഖരനെ തിരുവനന്തപുരത്ത് തോൽപ്പിച്ചു. എന്നിട്ട് നിങ്ങൾ കേരള നിയമസഭയ്ക്കകത്ത് ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനും നിങ്ങൾ പിണറായി വിജയനെ പുറഞ്ഞൊറിഞ്ഞു കൊടുക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കേരള നിയമസഭയ്ക്കകത്ത് ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ കേരളം ഇന്ന് ശരിയായ ദിശയിലൂടെ മുന്നോട്ട് പോകാത്തത്. അടുത്ത് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പില് വിപിൻ സി ബാബുവും അധികം ആലപ്പുഴ വിട്ട് യാത്ര ചെയ്യാത്തത് കൊണ്ടാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഭരണം കിട്ടിയാൽ വരെ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ്. ത്രിപുരയിലെ ത്രിപുരയിലെ 2.5% വോട്ടിൽ നിന്നാണ് ത്രിപുരയിലെ ബിപ്ലവ് കുമാർ എന്ന് പറയുന്ന മനുഷ്യൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രി കസേരയിൽ വന്നതെങ്കിൽ 20% വോട്ടാണ് ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ ആകമാനമുള്ളതെങ്കിൽ 20% അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 40% ആൾക്കാരുടെ കെമിസ്ട്രി അത് ഞങ്ങളുടെ കയ്യിലുണ്ട്. പരാജയപ്പെട്ടിട്ടും വേദനിച്ചിട്ടും ആക്ഷേപിച്ചിട്ടും നിങ്ങളുടെ കുന്തമുനകൾ മുഴുവൻ ഏറ്റുവാങ്ങിയിട്ടും തളരില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ഈ ഭാരതാംബയുടെ സംസ്കാരത്തെ കൈപ്പിടിച്ച് നെഞ്ചോട് ചേർത്തുകൊണ്ട് ഓരോ ബിജെപിയുടെ കാര്യകർത്താവും ഈ കേരളത്തിന്റെ മണ്ണിൽ ഞങ്ങൾ ഇനിയും അങ്ങോട്ടും ഇങ്ങോട്ടും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഞങ്ങൾ യാത്ര ചെയ്യും. ഞങ്ങൾ അമ്മമാരോട് യാചിക്കും, ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളോട് ചോദിക്കും, ഞങ്ങൾ ഇവിടുത്തെ മുസ്ലിം സുഹൃത്തുക്കളോട് ചോദിക്കും. നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചു കൊടുത്ത് തോന്നുമ്പോൾ മൊഴി ചെല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്ന കേരളത്തിൽ ആ പെൺകുട്ടികൾക്ക് വേണ്ടി കരഞ്ഞ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ നരേന്ദ്രമോദി? മുത്തലാഖ് അത് നിർത്തലാക്കിയ പ്രധാനമന്ത്രിയല്ലേ നരേന്ദ്രമോദി? ഞങ്ങൾ ചോദിക്കും, മുസ്ലിം ജനസാമാന്യം വരെ ഭാരതീയ ജനതാ പാർട്ടിയെ നെഞ്ചേറ്റും സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും തർക്കമില്ല. ഈ കേരളത്തിൽ വരാൻ പോകുന്ന നാളുകളിൽ ആ മൂവ്മെന്റിന്, ആ ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ടാണ് 250ഓളം വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളാണ്. ആ കുടുംബങ്ങളാണ് ഇന്ന് ഇവിടെ ഈ പ്രദേശത്തേക്ക് വന്നിട്ടുള്ളത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആ മൂവ്മെന്റിന് നിങ്ങൾ ഒരു പക്ഷേ സാഹചര്യം ഒരുക്കി നിങ്ങളുടെ സുഹൃത്തുക്കൾ എന്ന് കരുതുന്നു. പക്ഷെ നിങ്ങളപ്പോ ചിന്തിച്ചു ബിജെപി വേണമോ വേണ്ടയോ എന്ന് നിങ്ങൾ ചിന്തിക്കുകയായിരുന്നു. ഇത് നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷാണ്. ഇതിനു മുൻപ് ഇത്ര, അതായത് മുഖ്യമന്ത്രിയെ കാണുമ്പോ ഭയം കൊണ്ട് ശരീരമാസകലം വിറയ്ക്കുന്ന ഒരു സംസ്ഥാന സെക്രട്ടറി കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇന്നത്തോളം ഉണ്ടായിട്ടില്ല ഗോവിന്ദ മാഷെ പോലെ. അതുകൊണ്ടാണ് ഈ പാർട്ടിയുടെ നാരായ വേരുകൾ പോലും എരിഞ്ഞമർന്നുകൊണ്ട് ആളുകൾ ഇത് വിട്ട് പുറത്തേക്ക് വരുന്നത്. നേരത്തെ പ്രസിഡന്റ് പറഞ്ഞല്ലോ, ഇവിടത്തെ വയോവൃദ്ധനായിട്ടുള്ള അല്ലെങ്കിൽ വയോധികനായിട്ടുള്ള, നന്നായി എഴുതാനും വായിക്കാനും
അധ്വാനം അറിയുന്ന, കമ്മ്യൂണിസത്തിന്റെ ബാലപാഠങ്ങൾ അറിയുന്ന, ഇവിടെ പട്ടിണി ജാഥ നയിച്ച AK ഗോപാലന്റെ സ്വപ്നങ്ങളെ സാർത്ഥകമാക്കാൻ വേണ്ടി ആലപ്പുഴയിൽ പ്രവർത്തിച്ച ആ സുധാകരൻ സാറിനെ എന്താ പറഞ്ഞത്? ആലപ്പുഴയിൽ വന്നിട്ട് പറഞ്ഞു കളപറയ്ക്കാൻ തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത്. കളപറയ്ക്കാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞപ്പോ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകം ഈ ആലപ്പുഴയിലെ വരാനിരിക്കുന്ന സഖാക്കളോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഒരു കളയും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗോവിന്ദൻ മാഷും പറക്കില്ല. ഞങ്ങളുടെ ചങ്കിൽ ചോര ഒഴുകുന്നിടത്തോളം എന്ന് വാക്ക് നൽകിക്കൊണ്ടാണ് ഞങ്ങൾ ഈ കേരളത്തിലെ ആലപ്പുഴയിലെ നല്ലവരായിട്ടുള്ള സഖാക്കന്മാരുടെ മുന്നിൽ നിൽക്കുന്നത്. ഞങ്ങളെ തൊട്ടിട്ട് നിങ്ങളെ തൊടൂ. ആ ആർജവം ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്കുണ്ട് എന്ന് പറയാൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. കേരളത്തിൽ ഒരു കാലഘട്ടത്തില് തീവ്ര ചിന്താഗതിയുള്ള കമ്മ്യൂണിസ്റ്റുകാരനുണ്ടായിരുന്നു. നിങ്ങൾക്കറിയുമായിരിക്കും സിവിക് ചന്ദ്രൻ. ആ സിവിക് ചന്ദ്രൻ വലതുപക്ഷ ചിന്തയിലേക്ക് മാറി. തീവ്ര ചിന്താഗതിയുള്ള ഫിലിപ്പൻ പ്രസാദ് ഉണ്ടായിരുന്നു. ആ ഫിലിപ്പൻ പ്രസാദിനെ പിന്നീട് എവിടെയും നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി കൊടിപിടിക്കാനോ ജയ് വിളിക്കാനോ ഒന്നും അദ്ദേഹത്തെ നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇന്ദുചൂടനെ പോലെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. കൈതോലപ്പായിലെ പണം പൊതിഞ്ഞ കഥ പറഞ്ഞ ദേശാഭിമാനിയിലെ ശക്തിധരനെ പോലെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഈ പാർട്ടിയെ വളർത്താൻ വേണ്ടിയിട്ടാണ് ശക്തിധരനെ പോലെയുള്ള ആളുകൾ മുന്നോട്ട് പോയത്. അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് സാറിനെ പോലെയുള്ള ആളുകൾ, കമ്മ്യൂണിസ്റ്റ് താത്വികന്മാര്, അവര് പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ആദ്യകാല കമ്മ്യൂണിസ്റ്റുകളുടെ മേന്മ അത് പറയാൻ ഇന്ന് സാധിക്കാത്ത രീതിയിൽ AKG പട്ടിണി ജാഥ നയിച്ചെങ്കിൽ പിണറായി വിജയൻ ഗോൾഡ് സ്മഗ്ലിംഗ് ജാഥയാണ് ഈ കേരളത്തിന്റെ മണ്ണിൽ നടത്തിയതായി എന്നറിയാത്തവർ ആരാണ് ഈ കേരളത്തിന്റെ മണ്ണിലുള്ളത്? അതുകൊണ്ടാണ് ഇന്ന് വന്ന സഖാക്കന്മാര് മാത്രമല്ല, നിങ്ങളെല്ലാം ഇപ്പൊ താമരയായി കഴിഞ്ഞു. നിങ്ങളുടെ വീടിനകത്തുള്ള കുട്ടി തീരുമാനിച്ചിട്ടുണ്ട്, ഉപ്പയും ഉമ്മയും BJPയിൽ ചേരാൻ പോരുമ്പോ ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്, ഉപ്പ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല നരേന്ദ്രമോദി അപ്പൂപ്പനാണ് IIT-കളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത്. ആ നരേന്ദ്രമോദിയാണ് ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത്. ആ നരേന്ദ്രമോദിയാണ് രാജ്യവ്യാപകമായി ഹൈടെക് സ്കൂളുകൾ ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ ഐശ്വര്യന് 1000 കോടി രൂപയോളം കൊടുത്തത് ആ മോദി മാമനാണ്. പാലക്കാട് IIT കൊടുത്തത് ആ മോദി മാമനാണ്. വരാൻ പോകുന്ന നാളുകളിൽ കേരളത്തിൽ ഏരിശു കൊടുക്കാൻ പോകുന്നത് 300-ലധികം പദ്ധതികൾ. അമ്മയുടെ മുഖമൊന്ന് വാടാതിരിക്കാൻ മാതൃവന്ദനം പദ്ധതി, ചെറുപ്പക്കാരിയായിട്ടുള്ള ഗർഭിണിയായ സഹോദരിയുടെ മുഖം വാടാതിരിക്കാൻ ആ സഹോദരിക്ക് വേണ്ടി ഇന്ദ്രധനുഷ് പദ്ധതി, ജനിച്ചു വീണ പെൺകുഞ്ഞിനെ കയ്യിൽ എനിക്ക് നിങ്ങൾ തരൂ എന്ന് പറഞ്ഞുകൊണ്ട് 500 രൂപ നിങ്ങൾ പെൺകുട്ടിയുടെ പേരിലിട്ടാൽ 500 രൂപ മോദി അപ്പൂപ്പൻ പോസ്റ്റ് ചെയ്യുന്നു ആ പദ്ധതിയിൽ. സുകന്യാ സമൃദ്ധി പദ്ധതി, ഇന്ദ്രധനുഷും സുകന്യാ സമൃദ്ധിയും മാതൃവന്ദനം പദ്ധതിയും ഉൾപ്പെടെ 5 ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി ഉൾപ്പെടെ എല്ലാവർക്കും വീട് കൊടുക്കാനുള്ള ഇവിടത്തെ ഏറ്റവും വലിയ പദ്ധതികൾ ഉൾപ്പെടെ ഇഴഞ്ഞു നീങ്ങുന്നു ഒച്ചുപോലെ. എന്തുകൊണ്ടാ കാരണം? നിയമസഭയ്ക്കകത്ത് ഞങ്ങൾ BJPയുടെ പ്രവർത്തകന്മാർ, ഞാനില്ലെങ്കിലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അപ്പൊ പറയും ഇനി ഞാൻ അകത്ത് പോകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എന്ന്. ഇവിടെ ഇരിക്കുന്നവരിൽ ഒരു 1/2 ഡസൻ ആളുകൾ കേരള നിയമസഭയ്ക്കകത്ത് പോയിരുന്നുവെങ്കിൽ ഞങ്ങൾ ചോദിക്കുമായിരുന്നു, ഇന്ന് നരേന്ദ്രമോദിജി കൊടുത്ത റോഡിന്റെയും പാലത്തിന്റെയും വീടുകളുടെയും 300 പദ്ധതികൾക്ക് വേണ്ടി കൊടുത്ത കോടി രൂപയുടെയും കണക്ക് അവിടെ എണീറ്റ് നിന്നുകൊണ്ട് ഞങ്ങൾ ചോദിക്കുമായിരുന്നു. പ്രതിഭ MLA-ക്ക് കരയേണ്ടി വരില്ലായിരുന്നു കായംകുളത്തിന്റെ മണ്ണിൽ. 1/2 ഡസൻ BJP-ക്കാർ മതിയായിരുന്നു കേരള നിയമസഭയ്ക്കകത്ത്. എന്താണെന്നറിയുമോ? ലഹരി മാഫിയ ഈ കേരളത്തെ വിഴുങ്ങുന്നുവെന്നും അതിന് ലഹരി മാഫിയയെ സഹായിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില തലവട്ടപ്പന്മാർ പ്രവർത്തിക്കുന്നുവെന്നും ഞങ്ങൾ പ്രസംഗിച്ചപ്പോ, ഞങ്ങൾ പറഞ്ഞപ്പോ, ഞങ്ങളെ കളിയാക്കി ചിരിച്ചവരുടെ മുന്നിൽ പ്രതിഭ MLA-യെ കുറിച്ച് ഒരക്ഷരം പോലും ഞാൻ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയില്ല. എന്താണെന്നറിയുമോ? ഞാനൊരമ്മയാണ്, ഞാനൊരു സഹോദരിയാണ്, എനിക്കും 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോ നേരത്തെ പറഞ്ഞില്ലേ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹം പറഞ്ഞ ആ സജി ചെറിയ പറയുകയാണ്, ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേരാണ്, പക്ഷെ പ്രതിഭയുടെ മകൻ 2 പഫല്ലേ വലിച്ചുള്ളൂ എന്ന് ചോദിക്കാൻ നാണമുണ്ടോ? ഈ സജി ചെറിയാണ്. നിങ്ങളാണോ സാംസ്കാരിക വകുപ്പ് മന്ത്രി? നിങ്ങൾക്ക് വേണ്ടിയാണോ നിങ്ങളുടെ പ്രവർത്തകന്മാർ ജയ വിളിക്കുന്നത്? ചെങ്ങന്നൂരിലെ നാണക്കേടാണ്. ഈ മനുഷ്യൻ ഭരണഘടനയെ വെല്ലുവിളിച്ചു. ഈ മനുഷ്യൻ ലഹരി കടത്തിൽ
സ്കൂളിൽ ക്ലാസ് മുറിയുടെ മുന്നിൽ ആരാണ് ഈ ലഹരി എത്തിച്ചു കൊടുക്കുന്നത്? ആരാണ് ഈ ലഹരി മരുന്നിന്റെ കരിയർമാർ? കണ്ടുപിടിക്കണ്ടേ? ചോദ്യം ചെയ്യാൻ കേരള നിയമസഭയിൽ ഈ ലഹരി കടത്തിനെതിരെ എന്തെങ്കിലും ഒരക്ഷരം ഉരിയാടാൻ ഏതെങ്കിലും നാട്ടിലുള്ള ഒരാളൊരുത്തൻ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ഇതുവരെ എണീറ്റ് നിന്നിട്ടുണ്ടോ? ചോദ്യം ചെയ്തിട്ടുണ്ടോ? പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, ഞങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ എത്രയോ കാലമായി ഈ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിട്ട് ഏതെങ്കിലും ഞങ്ങളുടെ അച്ഛൻ ഇന്ന ആളായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വന്നതല്ല. നിങ്ങൾക്ക് BJP-യിലെ ഏതൊരു ലീഡറെയും പരിശോധിച്ചു നോക്കാം. കേരള BJP ഘടകത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്ന ഏതൊരു ലീഡറെയും നിങ്ങൾക്ക് പരിശോധിച്ചു നോക്കാം. കഷ്ടപ്പെട്ട് കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ച് കപ്പ പുഴുങ്ങി കഴിച്ച് ദാരിദ്ര്യം അനുഭവിച്ച് പതിറ്റാണ്ടുകൾ ഈ പാർട്ടിയിൽ തോറ്റിട്ടും വീണ്ടും ഈ പ്രസ്ഥാനത്തിന്റെ കുങ്കുമഹരിത പതാകയെ ഉയർത്തിപ്പിടിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത് അനുസ്യൂതം മുന്നോട്ട് പോകും. അത് കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് മാത്രം സൂചന നൽകാൻ ഈ വൈകിയ വേളയിൽ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് എത്രയോ നാൾ പ്രവർത്തിച്ച് ഈ നമ്മുടെ പാർട്ടിയിലേക്ക് കടന്നു വന്ന എന്റെ സഹപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാകണം. ആ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന് പറഞ്ഞാൽ നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റും MLA-യും MP-യും മന്ത്രിമാരും വേണം. നിങ്ങൾ കരുതരുത് അങ്ങനെ നമുക്കെല്ലാം ഉണ്ടാകുമ്പോൾ അഹങ്കാരത്തോടുകൂടി ഞങ്ങൾ പ്രതികരിക്കുമോ പ്രവർത്തിക്കുമോ? ഇല്ല. കാരണം എന്താണ്? പിണറായി വിജയൻ അല്ല ഭാരതീയ ജനതാ പാർട്ടിക്കാരുടെ കാരണവർ. ഞങ്ങളുടെ കാരണവർ ശ്രീമാൻ നരേന്ദ്രമോദിയാണ്. ആ നരേന്ദ്രമോദി പറയുകയാണ്, ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് പോലെ കാവൽക്കാരെ പോലെ ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ്. ഞാൻ നിങ്ങളുടെ എല്ലാം മുന്നിൽ പറഞ്ഞിരുന്നു, ആലപ്പുഴയ്ക്ക് ഒരു ജോലിക്കാരിയെ വേണമെങ്കിൽ 24 മണിക്കൂർ സമയം പ്രവർത്തിക്കുന്ന ഒരു ജോലിക്കാരിയെ ആലപ്പുഴയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾ തെരഞ്ഞെടുത്താൽ നിങ്ങളുടെ ജോലിക്കാരിയായി ഞാൻ ഡൽഹിയിൽ ചെന്ന് നിങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അത് ജനങ്ങളോട് പറയുകയും ചെയ്യുമെന്നാണ് ഞാൻ യാചിച്ചത്, ഞാൻ അപേക്ഷിച്ചത്. പക്ഷെ ആലപ്പുഴയ്ക്ക് അവർക്ക് തോന്നി, സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതുപോലെ ആലപ്പുഴക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശക്തിയുള്ള പ്രാഗൽഭ്യമുള്ള ആലപ്പുഴയിലെ കായംകുളത്ത് പാവപ്പെട്ടവർ റോഡിന്റെ അടിപ്പാതയ്ക്ക് വേണ്ടി റോഡിന്റെ നവീകരണത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന മനുഷ്യൻ, ഞങ്ങളുടെ കേന്ദ്രമന്ത്രി, ഒന്ന് അടുത്ത് പോയിരുന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ച് ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് മുൻ MP പറഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ കിട്ടേണ്ടിയിരുന്ന വികസന പ്രവർത്തനങ്ങൾ അത്രയും ഇല്ലാതാക്കിയതിനു ശേഷം ഇവിടെ കായംകുളത്തെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് യോഗം ചേർന്ന് സമരം നടത്തി. നിങ്ങൾ നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന ആ വകുപ്പ് മന്ത്രിക്കെതിരെ സമരം നടത്താൻ തൃശ്ശൂരിൽ നിന്ന് സുധീരൻ ചേട്ടൻ വരെ ആലപ്പുഴയിലെത്തി അല്ലേ? അങ്ങനെ എല്ലാം നിങ്ങൾ സമരം നടത്തുമ്പോ നിങ്ങളുടെ ഈ മഹാൻ വേണുഗോപാല് അവിടെ പ്രതിപക്ഷത്തിന്റെ വലിയ ലീഡറായിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോഴല്ലേ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ വന്നത്? അതിനു മുൻപ് ഒന്ന് പോയിട്ട് ഈ കാര്യം ഇവിടത്തെ കലക്ടറുമായിട്ട് ചർച്ച ചെയ്തല്ലേ? കലക്ടറുടെ മിനിസ്റ്റർ ബുക്ക് അവിടെ ഇവിടത്തെ പ്രതിഭ MLA ഒപ്പിട്ട പാർലമെന്റേറിയൻ ഒപ്പിട്ട കലക്ടർ ഒപ്പിട്ട മിനിസ്റ്റർ ബുക്കിലെ 2 പേജ് കാണുന്നില്ല. എങ്ങനെയാണ് ഈ റോഡിന്റെ ദേശീയ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് റോഡ് വിഭാവനം ചെയ്യുമ്പോ വിയോജന കുറിപ്പുള്ളവർ മുഴുവൻ വിയോജന കുറിപ്പ് എഴുതണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഞാൻ വീണ്ടും പുതിയ കലക്ടറെ കാണാൻ പോയി. അദ്ദേഹം പറഞ്ഞു, ആ സാധനം പഴയതാണ്, ഞാൻ അതിന് നിരപരാധിയാണ്. അപ്പൊ എവിടെ പേജുകൾ? 3 പേജുകൾ കാണുന്നില്ലെങ്കിൽ അതിന്റെ കാരണം ആലപ്പുഴയിലെ ജനാധിപത്യ വിശ്വാസികൾ മനസ്സിലാക്കണം, ചിന്തിക്കണം. വേണുഗോപാൽ പ്രതിപക്ഷത്തിന്റെ വലിയ ലീഡർ വിചാരിച്ചിരുന്നുവെങ്കിൽ എല്ലാ റോഡുകൾക്കും അടിപ്പാത കിട്ടുമായിരുന്നു. വിചാരിച്ചില്ല. നിങ്ങൾ രാഷ്ട്രീയമാണ് കളിക്കുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ രാഷ്ട്രീയം കളിക്കുന്നില്ല. കായംകുളത്ത് ആളുകൾ വന്നാലും സംസ്ഥാന അധ്യക്ഷൻ കാണുന്നുണ്ട്. പാതിരപ്പള്ളിയിൽ നിന്ന് നാട് പോയാലും സംസ്ഥാന അധ്യക്ഷൻ കാണുന്നുണ്ട്. ഈ ആലപ്പുഴ മാത്രമല്ല, കേരളത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ നിവേദനങ്ങളും ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വാങ്ങുന്നുണ്ട്. അത് എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കുന്നുണ്ട്. എന്നാൽ MP-യുടെ പണിയെടുക്കാൻ അതിന് പാർലമെന്റിനകത്ത് പോയാലേ പറ്റൂ. അപ്പൊ MP-യുടെ പണിയെടുക്കാൻ പാർലമെന്റിനകത്ത് പോകാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ പല ആളുകളും യാചിച്ചപ്പോ സമയമായിട്ടില്ല എന്നാണ് ആലപ്പുഴയിലെയും കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലെയും ആളുകൾ ചിന്തിച്ചത്. ഇന്ന് അവർക്ക് വേദനയുണ്ട്. ഇന്ന് ആ വേദന അവരുടെ മനസ്സിനകത്തുണ്ട്. ആ വേദന അവർ തിരുത്തും. വരാൻ പോകുന്ന നാളുകളിൽ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത്
നിയമസഭയ്ക്കകത്ത് ശാശ്വതമായി നിലനിൽക്കുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ സമൂഹത്തെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള പദ്ധതിക്രമങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് വാക്ക് നൽകിക്കൊണ്ട് ഇത്രയും 250-ലധികം വരുന്ന ആളുകൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് 3,04,000 ആളുകൾ ഏതൊക്കെ വീടുകളിലാണ് ഇരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഞാൻ ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളിലും പരിശോധിക്കുന്നുണ്ട്. ആരൊക്കെയാണ് താമരയിൽ വോട്ട് ചെയ്ത ആളുകളെന്ന്. വോട്ട് ചെയ്യാത്തവരെയും നമ്മൾ നമ്മുടെ മുഖ്യധാരയിലേക്ക് ഹൃദയം കൊണ്ട് സ്വീകരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വരാൻ പോകുന്ന നാളുകളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ന്യൂ ഇയർ ആണ്, ഇത് 2025-ന്റെ തുടക്കമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ശാശ്വതമായിട്ടുള്ള സമ്പൽ സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എനിക്ക് പറയാനുള്ള മറ്റു കാര്യങ്ങൾ പിന്നീട് ഒരു അവസരത്തിൽ പറയാം എന്ന് പറഞ്ഞ് എന്നെ കേട്ടതിനും അതുപോലെ തന്നെ ഇവിടെ സ്നേഹിച്ചതിനുമൊക്കെ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം. നമ്മുടെ ഈ സ്വീകരണത്തിന് മുമ്പ് നമ്മുടെ ഈ കേക്ക് മുറിച്ചതിന് ശേഷം നമ്മൾ മെമ്പർമാരാക്കുന്നവരുടെ പേരുകൾ വിളിക്കുന്നതാണ്. അവര് ഈ അവസരത്തിൽ ഇങ്ങനെ കയറി വന്ന് ഷാൾ ഇട്ടതിന് ശേഷം ആരും പോകരുത്. ഒരുമിച്ച് നിന്നൊരു ഫോട്ടോ എടുത്തതിന് ശേഷം മാത്രമേ പോകുവാൻ. എന്നാൽ നമ്മുടെ പുതിയ ദേശീയതയിലേക്ക് ചേരുന്ന മെമ്പർമാരോടൊപ്പം നമ്മുടെ ബിപിൻ സി ബാബുവിന്റെ ജന്മദിനം കൂടെയാണ്. ഹലോ, ഇവിടെ നമ്മൾ ഇന്ന് ഈ കേക്ക് മുറിച്ചത് പ്രിയപ്പെട്ട ബിപിൻ സി ബാബു CPM-ൽ നിന്ന് രാജിവെച്ച് BJP വന്നപ്പോ അവിടുത്തെ CPM-ന്റെ നേതാക്കന്മാർ അവിടെ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. ഇന്ന് അതിന് മറുപടി കൊടുത്തതിന്റെ പ്രിയപ്പെട്ട സുരേന്ദ്രൻ എന്നോട് സൂചിപ്പിച്ചു. അതിന് മറുപടി കൊടുത്തുകൊണ്ട് തന്നെയാണ് 218 പേർ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം സ്വീകരിച്ചപ്പോ നമ്മളിവിടെ ബിപിൻ സി ബാബുവിന്റെ നേതൃത്വത്തിൽ കേക്ക് മുറിച്ച് നമ്മൾ ആഘോഷിക്കുകയാണ്. അതാണ് ഈ കേക്കിന്റെ പ്രാധാന്യം. പാർട്ടിയിലേക്ക് വന്ന എല്ലാ പ്രവർത്തകന്മാരും പേര് വിളിക്കുന്നവര് പെട്ടെന്ന് വേദിയിലേക്ക് വരേണ്ടതാണ്. ആദ്യമായിട്ട് ശ്രീമാൻ സക്കീർ ഹുസൈൻ, അത് താജുദ്ദീൻ മേട്ടുതല പടിയിട്ടതിൽ, നൂർജി മേട്ടുതല പടിയിട്ടതിൽ, തൗഫീഖ് മേട്ടുതല പടിയിട്ടതിൽ, നൂറുദ്ദീൻ നൂറാട്ട് പുത്തൻ വീട്, സുബാന നൂറാട്ട്, കമറുന്നിസ കല്ലുപുരയ്ക്കൽ, സക്കീർ ഹുസൈൻ വഞ്ചിയൂർ, രവി വഞ്ചിയൂർ, സമീർ DYFI, അതുപോലെ പത്തിയൂർ പഞ്ചായത്തിൽ നിന്ന് സുഭാഷ് അരുവന്നൂർ കുറ്റിയിൽ, അജയൻ ഗണപതി വടക്കതിൽ, രമണൻ കൊച്ചുവീട്ടിൽ, സുഭാഷ് ഭവനം, രമ അരുവന്നൂർ കുറ്റിയിൽ, തങ്കമ്മ സൂര്യോദയം, ശ്രീകല സൂര്യോദയം, കലാദേവി JR ഭവനം, ഹരികുമാർ വലയത്തക്കതിൽ, മിനി മലയത്തക്കതിൽ, JC വലയത്തക്കതിൽ, ശോഭന ഗിരീഷ് ഭവനം. പെട്ടെന്ന് വരും. സദാശിവപിള്ള, ഗോപാലകൃഷ്ണൻ, ഉണ്ണി, മേരി, തമ്പാൻ, ആശാ ഹരിദാസ്, പത്തിയൂർ പടിഞ്ഞാറ് 113-ാം വാർഡിൽ നിന്ന്. അതുപോലെ ഗാല്യ, ഗോകുലം,
നന്ദ്യ ഗോകുലം, പ്രശാന്ത് ഭവനം, അനിൽകുമാർ കളക്കാട്ട്, പത്തുകാല ശരത് പ്ലവോലിൽ, സിറിൽ ഭവനം, വിദ്യാസജിത്ത് MS ഭവനം, പ്രിയങ്ക പ്രവീൺ പുലേത്തറവടക്കതിൽ, അശ്വതി വാലിത്തറയിൽ, സിനി സജി പുലേത്തറവടക്കതിൽ, അനിത ഗാന്ധി ബേബി പിന്നാശേത്തറയിൽ, സുജിത്ത് വാലിത്തറയിൽ, കമലേഷ് വാലിത്തറയിൽ, സുഗത പ്രസന്ന, ശാന്തമ്മ, പ്രവീൺ രാജ്, പവിത്രൻ, ബിനു ഭാസ്കർ സംസ്കാര, രമാദേവൻ തിരുവനന്തപുരയിൽ, രാധ, സുരേഷ് ബാബു പ്രസന്നപുരം, പമ്പ ദാസനപുരം, ആവണി, വിനീത് ശശിമന്ദിരം, അനീഷ് അനീശ്വരൻ, ശശിധരൻ മൂപ്പന്തല, രാജു വയലിൽ, രതീഷ് കുന്നേത്തറ പടിത്തതിൽ, വിജയമ്മ ചേക്കോട്ടുകുളം, അയ്യപ്പൻ മുണ്ടകത്തറയിൽ, ലത മുണ്ടകത്തറയിൽ, വിമൽ മുതലക്കുഴി, സേതുലക്ഷ്മി മുതലക്കുഴി, ലളിത കടക്കേക്കാവ്, മണിയമ്മ പുതിയ വീട്ടിൽ, പുഷ്പ കൊച്ചുവീട്ടിൽ, കൊച്ചാമ്പുട്ടി, മണി കടക്കേക്കാവ്, ഇളയമ്മ കളപ്പുര പഠിച്ച്. ഷാളിട്ടവരാരും പോകരുത്, ഒന്നിച്ച് ഫോട്ടോ എടുക്കണം. ഓമന ഭാവന നിവാസ്, ദൃശ്യ ഉണ്ണി, സരസ്വതി ഭവനം, സരസ്വതി ദേവി സരസ്വതി ഭവനം, ലത തുണ്ടിൽ, രമ്യ ചീനപ്പറമ്പിൽ, സുമേഷ് നിർമാല്യം, ശംഭു മണത്തിക്കരയിൽ, BN തങ്കച്ചൻ, തുഷാർ ഭവനം, വിജയൻ പിള്ള, വലിയ ചേലക്കാട്ട്, വിനോദ് പുതിയ വീട്ടിത്തക്കതിൽ, വിനോദ് തോപ്പിത്തക്കതിൽ, വിഷ്ണു പടിയത്തെടുത്ത, രാധാകൃഷ്ണൻ കൃഷ്ണവിലാസം, ബാബു സുഭാഷ് ഭവനം, സുജിത്ത് പട്ടാലയം, ബിനു പടിക്കല്ലയ്യത്ത, ധനപാലൻ നാളോയിൽ കിഴക്കതിൽ, ഉഷാകുമാരി കോട്ടൂർ പഠിത്തതിൽ, റോയിമോൻ കോട്ടൂർ പഠിത്തതിൽ, സജയൻ കുമ്മമ്പളത്തക്കതിൽ, അനൂപ ഭവനം, കൃഷ്ണകുമാർ വാഴശ്ശേരി, ബിനുകുമാർ തെങ്ങുംപള്ളി, പ്രദീപ് ഗുരുവാലയം, കമലാസനൻ ക്ഷീരാഭവനം, ഹരികുമാർ മാലത്തക്കതിൽ, മിനിഹരി കൊച്ചുതറയിൽ, അനുജ ആരതി ശശികുമാർ പണിക്കശ്ശേരി, കാർത്തിക ഉണ്ണി ആലുമുട്ടിത്തറയിൽ, സരസ്വതി ആലുമുട്ടിത്തറയിൽ, ജെയ്സി കൊച്ചുതറയിൽ, മഹേന്ദ്രൻ തോപ്പിത്തറയിൽ, സോനു മണപ്പുറത്ത്, ടൗൺ നോർത്തിലെ പ്രകാശ് CP പത്മജോലി, കെ രാജപ്പൻ ഉണ്ണിശ്ശേരി, സാജൻ കുമാർ ഉണ്ണിശ്ശേരി പുതുവൽ, PJ ബാബുലാൽ, വിഷ്ണുവിഹാർ, വസന്ത വിഷ്ണുവിഹാർ, നീതു പ്രേംജി P കങ്ങേത്തറയിൽ, സാഹിദ് ഇട്ടിനേത്തം, ഷാലിട്ടവരാരും പോകരുത്. ടൗൺ സൗത്തിലെ സിന്ധു, ഇന്ദിര, രവി, രഘു, വിജയൻ, രമേശൻ, പ്രസാദ്, സജു, കുമാരദാസൻ, മംഗലാക്ഷൻ, ഉത്തമൻ, വിജയൻ പിള്ള, ഗോപാലകൃഷ്ണൻ, ജനാർദ്ദനൻ, രാമചന്ദ്രൻ, രാജേഷ്, ഭാമ, ശരണ്യ, സരോജിനി, ദീപ, സുധാ, സുഭാഷ്, സന്തോഷ്, നിഖിൽ, സന്ധ്യ, സജിമോൻ, മനോജ്, രാജൻ, കണ്ടല്ലൂർ പഞ്ചായത്ത്. ആരും പോകരുത്, പോകുന്നത്. കണ്ടല്ലൂർ ചന്ദ്രലാല്, ഗോപി, പ്രസന്നകുമാർ, കൃഷ്ണകുമാർ, നടരാജൻ, സജിന്ദ്ര സദാനന്ദൻ, ഷേണായി, വിജുകുമാർ, വേണു, സുനിൽകുമാർ, സുരേഷ്, സത്യൻ, വിജയൻ, അക്ഷയ, കണ്ടല്ലൂർ 119 ബൂത്തില്.
പേര് വിളിച്ചവരാരും പോകരുത്. ആരെങ്കിലും ഉണ്ടോ? പേര് വിളിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പേര് വരും, ഉണ്ടെങ്കിൽ പേര് വരും. പേര് വിളിക്കാത്തവരുണ്ടോ? പേര് പറഞ്ഞു തരുന്നു. ആരെങ്കിലും ഷാള് കെമിസ്ട്രി ഷാളിന്റെ പ്രവർത്തനന്മാർക്ക് പോകരുത്. എല്ലാവരും രണ്ടുപേരും ഫോട്ടോ എടുക്കണം. പാർട്ടിയിലേക്ക് പുതിയതായിട്ട് ചേർന്ന എല്ലാവരും ഇവിടെ വന്നിട്ട് കുറച്ച് പുറമോട്ട് ഇങ്ങോട്ട് എല്ലാവരും നമ്മുടെ നേരെ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങോട്ട് എല്ലാവരും ഇവിടെ എല്ലാവരും താഴെ പോട്ടെ, എല്ലാവരും താഴെ പോട്ടെ, എല്ലാവരും താഴെ 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 മാറിക്കേ, ഇവിടുന്ന് മാറിക്കേ. കുറച്ചങ്ങോട്ട് മാറിയില്ല. എല്ലാവരും സ്റ്റേജിൽ ഇറങ്ങിയ എല്ലാവരും സ്റ്റേജിൽ ഇറങ്ങാം. ഒരു जय जय बीजेपी, जय जय भारत माता, जय जय बीजेपी, जय जय बीजेपी, जय जय बीजेपी, जय जय भारत माता, बोलो भारत माता की, बोलो भारत माता की, जय जय बीजेपी, जय जय भारत माता, ഒരു ചെറിയൊരു ആദരവ് കൂടി ഇവിടെ ഉണ്ട്. ശ്രീ ദൃശ്യ ഉണ്ണി സയൻസ് MSc ഇലക്ട്രിക് കെമിസ്ട്രി A ഗ്രേഡിലൂടെ ഉന്നത വിജയം കരസ്ഥമാക്കിയ ശ്രീ ദൃശ്യ ഉണ്ണിയെ ആദരിക്കുന്നതിന് വേണ്ടി ശ്രീ സുരേന്ദ്രനെ ക്ഷണിച്ചു. ദൃശ്യ 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 ഉണ്ണി ദൃശ്യ ഉണ്ണി ഒരു പ്രസംഗം കൊടുത്തേ ദൃശ്യ ഉണ്ണി അതേപോലെ തന്നെ നാടകരചന, സംവിധാനം, അഭിനയം, സീനിയർ ഷോർട്ട് ഫിലിം നിർമ്മാണം തുടങ്ങിയ വിവിധ മേഖലകളിൽ ശ്രീ ബിനോ ഭാസ്കറിനെ ആദരിക്കുന്നതിന് വേണ്ടി ആദരണീയനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ നിർദ്ദേശിച്ചു. നമ്മുടെ ലോകത്തിന്